TP വധക്കേസിലെ പ്രതികൾക്ക് 20 വർഷം വരെ ശിക്ഷയിൽ ഇളവ് നൽകരുതെന്നാണ് ഹൈക്കോടതി വിധി. TP കൊലക്കേസിൽ ജസ്റ്റിസ് കെ ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് കൗർ എടപ്പേഗത്ത് എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ വിധി അതിസുപ്രധാനമാകുന്നത് ഇതുകൊണ്ടാണ്. കീഴ്ക്കോടതി വിധിയേക്കാൾ വലിയ ശിക്ഷയാണ് ഹൈക്കോടതി നൽകുന്നത്. 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7 പ്രതികൾക്കും 11 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം. ഇവർക്ക് ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തുകയാണ് ഹൈക്കോടതി. ഇതിനൊപ്പമാണ് ഇവർക്കാർക്കും 20 കൊല്ലം കഴിയാതെ പരോൾ പോലും അനുവദിക്കരുതെന്ന ആവശ്യവും. അതായത് 20 കൊല്ലം വരെ ശിക്ഷാ ഇളവ് ആർക്കും കൊടുക്കാൻ കഴിയില്ല. അതിനുശേഷം കൊടുക്കാനും വിധിയിലില്ല. ഫലത്തിൽ കൊടിസുനിക്കും രജീഷിനെയും പോലുള്ള കൊടും ക്രിമിനലുകൾക്ക് ജീവിതാവസാനം വരെ ജയിൽവാസമായിരിക്കും. രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിധി. വിചാരണ കോടതി ഒഴിവാക്കിയ KK കൃഷ്ണനും ജ്യോതി ബാബുവിനും ജീവപര്യന്തം ശിക്ഷ നൽകുകയും ചെയ്തു. 1 മുതൽ 5 വരെയുള്ള പ്രതികളായ MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, 7 പ്രതി K ഷിനോജ് എന്നിവരുടെ നിലവിലെ ജീവപര്യന്തം ശിക്ഷയാണ് ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തിയത്. ഇവരെല്ലാം 14 കൊല്ലം കഴിഞ്ഞ് പുറത്തിറങ്ങാമെന്ന പ്രതീക്ഷയിൽ ജയിലിൽ കഴിഞ്ഞവരാണ്. നിലവിൽ ജീവപര്യന്തം അനുഭവിക്കുന്നവർ 12 കൊല്ലം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഇവർക്ക് 8 കൊല്ലം കൂടി ശിക്ഷ തുടരണം. അതിനുശേഷം 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7 പ്രതികൾക്കും 11 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം വിധിച്ചു. ഇതിൽ 11 പ്രതി കുഞ്ഞനന്ദൻ മരിച്ചു. ബാക്കി എല്ലാവർക്കും 2044 വരെ ഇനി ജയിൽ മോചനമില്ലെന്നാണ് വസ്തുത. എന്നാൽ വധശിക്ഷയ്ക്കായി പ്രോസിക്യൂഷൻ അപ്പീലിന് പോകും. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലെ പോരാട്ടവും കേസിൽ നിർണായകമാകും. ജീവപര്യന്തം എന്നാൽ 14 കൊല്ലം ശിക്ഷയെന്നാണ് പൊതുവെയുള്ള ധാരണ. രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ ഇത്തരം പ്രതികൾക്ക് 14 കൊല്ലം കഴിയുമ്പോൾ പുറത്തിറങ്ങും. ഇതാണ് TP വധക്കേസിൽ അസാധ്യമാക്കുന്നത്. 6 പ്രതി കണ്ണൻ സജിത്തിന് നേരത്തെ ജീവപര്യന്തം ശിക്ഷയായിരുന്നു. ഇത് ജീവപര്യന്തവും 6 മാസം തടവുമാക്കി ഉയർത്തി. 20 വർഷം കഴിയാതെ പരോളോ ശിക്ഷയിൽ ഇളവോ പാടില്ലെന്ന വിധി പ്രസ്താവനമാണ് ഹൈക്കോടതി വിധിയെ ശ്രദ്ധേയമാക്കുന്നത്. കണ്ണനും ജ്യോതി ബാബുവിനും പരോൾ വ്യവസ്ഥ ബാധകമല്ല. 7.50 ലക്ഷം രൂപയും TPയുടെ മകൻ അഭിനന്ദിന് 5 ലക്ഷം രൂപയും നൽകണം. കേസിൽ പ്രതികൾക്കുള്ള പിഴയും കോടതി ഉയർത്തിയിട്ടുണ്ട്. കേസിലെ 9 പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ്. 1 മുതൽ 8 വരെയുള്ള പ്രതികളുടെയും 11 പ്രതികളുടെയും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം. ഇതെല്ലാം കോടതി അംഗീകരിക്കുകയാണ്. ഇതോടെ കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമാകാൻ ഇറങ്ങിപ്പുറപ്പെട്ട കൊടിസുനിയെ പോലുള്ളവർക്ക് ജയിലിൽ നിന്നും പുറത്തു വരാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. അതിക്രൂരമായ കൊലപാതകത്തിന് ജീവപര്യന്തം അപര്യാപ്തമാണ്. ആർക്ക് വേണ്ടിയും എന്തിനു വേണ്ടിയുമാണ് TPയെ കൊന്നതെന്ന് പ്രധാന ചോദ്യമാണ്. പ്രതികളുടെ ആരോഗ്യ പ്രശ്നം വധശിക്ഷ ഒഴിവാക്കാനുള്ള കാരണമല്ല. പെട്ടെന്നുള്ള പ്രകോപനമല്ല കൊലപാതകത്തിന് കാരണം. വർഷങ്ങൾ നീണ്ട വലിയ ഗൂഢാലോചനയും വൈരാഗ്യവും ഇതിന് പിന്നിലുണ്ട്. ജയിൽ റിപ്പോർട്ടിൽ പലതും മറച്ചുവെച്ചു. കോടതി ഇക്കാര്യം പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ചൊവ്വാഴ്ച 3 മണിക്കൂറോളമാണ് ഹൈക്കോടതിയിൽ വാദം നടന്നത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ കുമാരൻകുട്ടി TPയെ എന്തിനു വേണ്ടി കൊന്നതാണെന്ന കാരണം ഇതുവരെ കണ്ടെത്താനായില്ലെന്നും കോടതിയിൽ പറഞ്ഞു. ജയിലിൽ കഴിഞ്ഞ കാലത്ത് പ്രതികൾ ഏർപ്പെട്ട ക്രിമിനൽ പ്രവർത്തനങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. പ്രതികളെക്കുറിച്ച് ജയിലിൽ നിന്ന് നൽകിയ റിപ്പോർട്ടുകൾ പൂർണ്ണമല്ലെന്നും ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് കടുത്ത ശിക്ഷ ഹൈക്കോടതി നൽകുന്നത്.